നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഹലുവൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഒരു ജാറിലേക്കിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇനി സ്റ്റൗവിലേക്കൊരു പാൻ വെച്ചെടുക്കുക. അതിലേക്ക് നെയ്യ് ഇട്ടുകൊടുക്കുക. നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുക. ഇനി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഴവും നെയ്യൊക്കെ കൂടിയിട്ടൊരു സ്മെല്ല് വരും. അതുവരെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. പഴം ഈ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വന്നിക്കുന്നു. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാനിൽ നിന്നും വിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കുക. നെയ്യ് പുരട്ടി വെച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് തണയാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബനാന ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം.